സെപ്റ്റംബർ 6-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റെഗുലേറ്ററി ബോഡീസിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ 5 സബ്ജക്റ്റുകൾ സുവമോട്ടോ സ്വന്തമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സെബി, ട്രായ് പോലുള്ള റെഗുലേറ്ററി ബോഡീസിനെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ നോർമലി പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ് ഉണ്ടാവുക. അപ്പോൾ ലോക്സഭാ MP ആയിട്ടുള്ള KC വേണുഗോപാലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ലീഡർ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പെർഫോമൻസ് റിവ്യൂ ഓഡിറ്റുകൾ പ്രത്യേകിച്ചും റെഗുലേറ്ററി ബോഡികളുടെ പാർലമെന്റ് അവരുടെ നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത റെഗുലേറ്ററി ബോഡികളുണ്ട്, നിയന്ത്രണ അധികാരമുള്ള ബോഡീസ് ഉണ്ട്. അവയുടെ പെർഫോമൻസ് റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടേതാണ്. കാരണം സെബിയുടെ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു റിവ്യൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു പെർഫോമൻസ് ഓഡിറ്റിൻ്റെ കൂടെ തന്നെ അവരുടെ വ്യത്യസ്ത ഫീസ്, വിവിധ താരിഫുകൾ, മറ്റ് യൂസർ ചാർജുകൾ, ഇത്തരത്തിൽ വിവിധ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മേലെയും എയർപോർട്ടുകളുടെ മേലെയൊക്കെ ഇമ്പോസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 7 എയർപോർട്ടുകൾ ഓർത്തു വെക്കേണ്ട കാര്യം അദാനിയുടെ പരിധിയിലാണുള്ളത്. ആ ഒരു എയർപോർട്ടുകളും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു PACയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ റവന്യൂവും എക്സ്പെൻഡിച്ചറും ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗവൺമെന്റിന് വരവ് ചെലവ് കണക്കുകളെ ഓഡിറ്റ് ചെയ്തിട്ട് അത് സഭയുടെ മുന്നിലേക്ക് വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ആ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ലോകസഭയാണ്. അതായത് ലോകസഭയോട് റെസ്പോൺസിബിൾ ആണ് എക്സിക്യൂട്ടീവ് എന്നാണ്. അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിൾ ആക്കി മാറണം. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും സെൻട്രൽ ലെവലിൽ അവരെ പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ റിവ്യൂ ചെയ്യുകയാണ് ഈ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ലോക്സഭയുടെ ബുള്ളറ്റിൻ പ്രകാരം ഏകദേശം 160ഓളം സബ്ജക്റ്റുകൾ ഇവർ ചൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെന്യൂറിനിടയിൽ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആഗസ്റ്റ് 29 നടന്നിട്ടുണ്ടായിരുന്നു. 22 അംഗ കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉള്ളത്. അതിൽ 12 പേര് BJP ലെഡ് ആയിട്ടുള്ള NDA എന്നാണ്, 8 പേര് ഓപ്പോസിഷൻ MPs ആണ്, അതിൽ 4 പേര് കോൺഗ്രസ് ആണ്. അങ്ങനെ ടോട്ടൽ 22 മെമ്പർമാരാണുള്ളതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ സുവോമോട്ടോ ആയിട്ട് സ്വന്തമായിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ 5 വിഷയങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 എന്ന് പറഞ്ഞാൽ ഒന്ന് റെഗുലേറ്ററി ബോഡീസിന്റെ പെർഫോമൻസ് ഓഡിറ്റ് ആണ്. അതായത് പാർലമെന്റിന്റെ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള റെഗുലേറ്ററി ബോഡീസിന്റെ പെർഫോമൻസ് ഓഡിറ്റ് ആണ്. രണ്ടാമത്തത് വിവിധ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൽ, അതായത് എയർപോർട്ട് ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നിലവിൽ ഈടാക്കുന്ന ലെവീസ്, ഫീസ്, താരിഫുകൾ അവയുടെ ഡീറ്റെയിൽസും ആണ്. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററി ബോഡീസ് അണ്ടർ റിവ്യൂ എന്ന് പറയുമ്പോൾ അതിൽ സെബി വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും സെബിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ. അതുപോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ മൊബൈൽ സർവീസുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ട്രായ് ആണ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അവരുടെയും കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെബി അണ്ടർ സ്ക്രൂട്ടിനിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട്, മാധുരി ദീക്ഷിതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള, അതായത് സെബി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന വാർത്തകൾ, ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നത് സെബി അതിന്റെ റോളൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാനിപ്പുലേഷനും അതുപോലെ തന്നെ ഓഫ് ഷോർ എൻറ്റിറ്റീസ് അദാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സെബിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നോക്കും എന്നുള്ളതാണ്. അപ്പോൾ 2023 മാർച്ചിൽ സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ സെബിയോട് ഈ ഒരു വിഷയത്തെ അന്വേഷിച്ചിട്ട് 2 മാസത്തിനിടയിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിലാണ് പുതിയ വിഷയങ്ങൾ വീണ്ടും കയറി വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കീ വിഷയം എടുത്തിരിക്കുന്നത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സും യൂട്ടിലിറ്റീസുമായി ബന്ധപ്പെട്ടാണ്. ഹൈവേയിൽ, റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടുകളിലൊക്കെ നിലവിൽ പിരിക്കുന്ന നികുതി, അതിൻ്റെ മാനദണ്ഡം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും. ഈ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും അതിന്റെ സിഗ്നിഫിക്കൻസും നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പാർലമെന്ററി കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാർലമെന്ററി കമ്മിറ്റികൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലൊന്നുമുള്ള സംഭവങ്ങളല്ല, പാർലമെന്ററി പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തുടക്കം എന്ന് പറഞ്ഞാൽ 1921, അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസിന്റെ ഭാഗമായി 1919 റീഫോം ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഫൈനാൻസ് കമ്മിറ്റി എന്ന പേരിൽ 1921
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് വളരെ യുണീക്നെസ് ഉണ്ട് മറ്റ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഫസ്റ്റ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതായത് ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ, വരുമാനം എങ്ങനെയാണ്, ചെലവുകൾ എങ്ങനെയാണെന്ന് കൃത്യമായി ഓഡിറ്റ് ചെയ്യാനും പാർലമെന്റിന്റെ അനുമതിയോടുകൂടി, നമുക്കറിയാം പാർലമെന്റിൽ ബജറ്റ് പ്രസന്റ് ചെയ്ത് അതിനനുസരിച്ചാണ് ചെലവഴിക്കുന്നതായിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണോ ചെലവഴിക്കുന്നതെന്നൊക്കെ പരിശോധിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് ആരെ വേണമെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വിളിക്കാനും തെളിവുകൾ കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഗവൺമെന്റിന്റെ മേലെ ബൈൻഡിംഗ് ആണ്. മറ്റ് കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ ജസ്റ്റ് റെക്കമെൻഡേഷൻ മാത്രമായി കിടക്കുമെങ്കിലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്നുകൂടി ഓർത്തുക. അതുപോലെ തന്നെ നോർമലി ഓപ്പോസിഷൻ ലീഡർ ആയിട്ടാണ്, ഓപ്പോസിഷന്റെ പ്രതിനിധിയാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് ഉണ്ടാവുക എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ച് ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ വാർത്തയിൽ വന്നതുകൊണ്ട് ആ ഒരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് റീസെന്റ് ആയിട്ട് നമ്മൾ ഒരു മാവോയിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ അടിച്ചമർത്തിയതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു എഡിറ്റോറിയലാണ് 2024 മാത്രം 159ഓളം മാവോയിസ്റ്റുകളെയാണ് ഈ ഒരു നെക്ലിസ്റ്റ് ഓപ്പറേഷൻ വഴി ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ പ്രഹാർ എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രഹാർ എന്ന് പറയുന്ന ഓപ്പറേഷനും എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഈ ഒരു നക്സലൈറ്റ് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ 2024 നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റി ഫോഴ്സസ് 159 മാവോയിസ്റ്റുകളെ കില്ല് ചെയ്തിട്ടുണ്ട് ആന്റി നക്സലൈറ്റ് ഓപ്പറേഷനിലാണ്. അതായത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റിന് വലിയൊരു അടിയാണ് 2024 സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടും. സെക്യൂരിറ്റി ഫോഴ്സുകളും പാരാമിലിറ്ററി പോലീസ് ഫോഴ്സുകളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കൃത്യമായിട്ടുള്ള അപ്രോച്ച് എടുക്കുന്നതായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവർ കൃത്യമായിട്ട് ഈ ഒരു മാവോയിസ്റ്റുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ 2021 ഏപ്രിൽ 2023 വലിയ തിരച്ചിലുകൾ ഗവൺമെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സിന് ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകളെ സെക്യൂരിറ്റി ഫോഴ്സുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഛത്തീസ്ഗഡില് കഴിഞ്ഞ കുറെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഓർത്തു വെക്കണം, ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലും ഈ ഒരു മാവോയിസ്റ്റുകളുടെ പ്രസൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാവോയിസ്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും അവരെ അഡ്രസ് ചെയ്യുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചുള്ള വിവരം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യം വളരെയധികം വീക്കൻ ചെയ്യുന്നതാണ് ഓവർ ദ പീരീഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ മാവോയിസ്റ്റുകളാവട്ടെ അവർ ഒരു പ്രൊട്രാക്റ്റഡ് വാർ എന്ന രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. ലിമിറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് മാത്രമാണ് അവർക്കുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ ട്രൈബൽ ഏരിയാസിലൊക്കെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സമയത്താണ് മാവോയിസ്റ്റുകൾക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ട്രൈബൽ ഏരിയാസ് ഒക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാണ്. ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാവോയിസ്റ്റുകൾക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അത്തരത്തിലൊരു പ്രൊട്രാക്റ്റഡ് വാർ എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലേക്കാണ് ഈ ഒരു മാവോയിസ്റ്റുകൾ പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഓപ്പറേഷൻ പ്രഹാർ എന്ന് വിളിക്കാം? ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ് ഓപ്പറേഷൻ പ്രഹാർ എന്ന് വിളിക്കുന്നത്. അതായത് ആ മാവോയിസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യുക, അവരെ സറണ്ടർ ചെയ്യിപ്പിക്കുക, അതുപോലെ മാവോയിസ്റ്റ് കാഡേഴ്സിനെ പിടിച്ചെടുക്കുക, അതിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ പ്രഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ പ്രഹാറിന്റെ വലിയൊരു ക്രിറ്റിസം ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ഉണ്ട്, അതായത് ട്രൈബലുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദിവാസികളുടെ ഒക്കെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ഉണ്ട്. പക്ഷെ ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഗവൺമെന്റിന്റെ പദ്ധതികളെ ചോദ്യം ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ പ്രഹാർ ഇത്തരത്തിലുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളെയും അവരെ മാവോയിസ്റ്റുകളെന്ന് ചുമത്തിയിട്ട് അവരെയും അറസ്റ്റ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ കൺസേൺ ഓപ്പറേഷൻ പ്രഹാറുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും ഇതേപോലെ അത് മാവോയിസ്റ്റ് രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ആണ്, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാവോയിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റെപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ട് വേണം ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ള. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു പ്രവർത്തനയുടെ ശേഷം അവർ അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു മാവോയിസ്റ്റ് നക്സലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 50 വർഷമായിട്ട് 5 ഡെക്കേഡുകളായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ വീക്കൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഈ മാവോയിസ്റ്റുകളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാത്ത സമയത്ത് ഇവർ സൂപ്പർ പവർഫുൾ ആയി മാറും. അതേസമയത്ത് ഇവയെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇവ വീക്കൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. ആക്ച്വലി ഈ ഒരു മാവോയിസം എന്ന് പറഞ്ഞാൽ അനാർക്കിസ്റ്റിക് അല്ലെങ്കിൽ അനാർക്കോണിസ്റ്റിക് ഒരു അനാർക്കിസ്റ്റ്, അതായത് ഏകാധിപത്യ രീതിയിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റൂൾ ബേസ്ഡ് ആണെന്നല്ലാത്ത ഒരു ഐഡിയ ആയിട്ടാണ് നിലവിൽ കാണിച്ചു പോകുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ഒരുപാട് വലിയ ആശയങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുമെങ്കിലും ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവര് പ്രധാനമായിട്ടും ട്രൈബൽ കമ്മ്യൂണിറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. അതായത് ഭക്ഷണത്തിനായിക്കോട്ടെ, താമസത്തിനായിക്കോട്ടെ, അതുപോലെ തന്നെ ലോക്കൽ സപ്പോർട്ടിനായിക്കോട്ടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയാണ്. അപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ അവരെ എങ്ങനെയാണ് മെയിൻലാൻഡിലെ ആൾക്കാർ അടിച്ചമർത്തുന്നത്, അവരെ മാറ്റി നിർത്തുന്നത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഈ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയെ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു സഹായവും അവർക്ക് നൽകാൻ പറ്റുന്നില്ല. അതിനു പകരം വലിയൊരു മിസറി മാത്രമാണ്, വലിയൊരു ദുരന്തം മാത്രമാണ്, അല്ലെങ്കിൽ വലിയൊരു ദുഃഖം മാത്രമാണ് നൽകാൻ സാധിക്കുന്നതെന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാവോയിസ്റ്റുകൾക്കുള്ള ലോക്കൽ സപ്പോർട്ട് കുറഞ്ഞു വരുവാണ്. ഈ ഒരു ഐഡിയോളജിയും മെല്ലെ മെല്ലെ ഡൈല്യൂട്ടഡ് ആയി പോവുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് സിസ്റ്റവുമായിട്ട്, ജനാധിപത്യപരമായിട്ടുള്ള സിസ്റ്റവുമായിട്ട് ഇവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഈ ഒരു മെയിൻലാൻഡിലെ സിസ്റ്റവുമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രൈബൽസിനെ മറ്റുമൊക്കെ ഇതിന്റെ ഇടയിൽ പിടിക്കപ്പെടുകയും അവരെ മാവോയിസ്റ്റുകൾ എന്ന് ചാപ്പകുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസിനെ ഉപയോഗിക്കേണ്ട എന്നല്ല, അതിനിടയിൽ സമാധാനപരമായിട്ട് ഇവരെ ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ കൂടി നടത്തണം എന്നാണ് ഓതർ പറഞ്ഞു വയ്ക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഇൻകം ഇനീക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇൻകം ഇനീക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം അല്ലെങ്കിൽ UBI എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഇൻകം ഇനീക്വാലിറ്റി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന ആശയത്തിന് സാധിക്കുക എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.